നീ അത് ബീച്ചിൽ പോയിട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ബീച്ചിലൊന്നും പോയില്ല. ക്രൂസിന് പോയപ്പോ എം ജെ സാർ ഇട്ട പോലത്തെ അതേ ട്രൗസർ. ഹലോ കുട്ടുമണി. ഹലോ, സുഖാണോ ചേച്ചി? ആർ യു റെഡി ഫോർ എ കോംപ്ലിമെന്റ്? റെഡിയാ. എന്താ ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. ആണോടാ? താങ്ക് യു. കല്യാണത്തിന് ഒരുങ്ങി പോയതോലുണ്ട്. കല്യാണത്തിന് അല്ലെങ്കിലും നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്ത ഉടുപ്പായത്. നല്ലതാണോ? താങ്ക് യു. കുട്ടുമണി, ഇന്ന് എന്തിനുള്ള പുറപ്പാടാ? അത് മനസ്സിലായി. ഏത് പാട്ടാ? വെള്ളിച്ചിലങ്ക അണിഞ്ഞുകൊണ്ടൊരു വള്ളുവനാടൻ പെണ്ണ്. യെസ്. അതില് കല്ലുമാലയല്ലേ? കല്ലുമാല, കാതിലോല, ഉണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. പിന്നെ ഇന്ന് വേറൊരു വിശേഷമുണ്ട്. എന്റെ അപ്പൂപ്പനും എന്റെ മാമന്റെ മോളും വന്നിട്ടുണ്ട്. ഹലോ. രണ്ടുപേരും പാട്ട് നേരിട്ട് കാണാൻ വന്നിരിക്കുകയാണ്. അവര് പത്തനംതിട്ടയാണ് വന്നത്. അപ്പൊ കിടക്കട്ടെ. താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാര് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ സെൽഫി ഞാനിപ്പോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ സെൽഫി എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അവര് ഇങ്ങനെ സെൽഫി എടുക്കുന്നു, പിന്നെയും എടുക്കുന്നു, പിന്നെയും എടുക്കുന്നു, എടുത്തെടുത്ത് എത്ര പ്രാവശ്യമായാലും മതിയാവാത്തവരുണ്ട് സെൽഫി എടുക്കുമ്പോൾ. പറഞ്ഞു മനസ്സിലായോ? അവര് ഓരോ സെക്കൻഡും ഇത് നന്നായോ നന്നായോ നന്നായോ. അതുപോലെ പാട്ടിൽ നമ്മൾ സെൽഫി എടുത്തോണ്ടിരിക്കാൻ പാടില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓരോ സെക്കൻഡിലും ഇങ്ങനെ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് നീ. അതാണ് ചിന്തകൻ എന്ന് പറഞ്ഞത്. അത് മാറണം കേട്ടോ. സോ യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 96 on 100 ടുഡേ. അപ്പൊ കുട്ടുമണിക്കുട്ട പറഞ്ഞതൊക്കെ കേട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മനസ്സിലാതെ കം ബാക്ക്. ഓക്കെ, ബൈ, സീ യു. ടാറ്റാ.